സ്പൈനൽ സ്ക്വാഡിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ കുറച്ച് വിഷയങ്ങളാണ്. ഒന്ന്, ലഹരി ഉപയോഗം. ഇന്നത്തെ യൂത്ത് എത്രത്തോളം ലഹരിയിൽ അടിമപ്പെട്ടു എന്നതിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ചർച്ച. അപ്പോൾ ഇതിന് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് ടുമോറോ ഫിലിം മേക്കേഴ്സിന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആയിട്ടുള്ള യാസിറാണ്. അപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള കുറച്ച് കേസസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ ലഹരി എന്ന് പറയുന്ന സാധനം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്രൈമുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിപ്പോൾ ഈ ഒരു ആഴ്ചക്കുള്ളിൽ നടന്ന 2 കേസസ് മാത്രം മതി ഒരു ഉദാഹരണമായിട്ട് എടുക്കാൻ വേണ്ടി. ഏതൊക്കെയാണത്? ഒന്ന് നമ്മള് ഉമ്മാനെ കൊന്ന കേസ് താമരശ്ശേരി. അതെ. പിന്നെ എറണാകുളത്ത് 4 പേരെ വെട്ടിയ കേസ്. അതെ. ഈ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം ഉമ്മാനെ കൊന്നു. അത് ഭയങ്കര ഭീകരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിലുണ്ട് ആ ഒരു കൊലയാളിയുടെ ഒരു ചിരിയുണ്ട്. ആ ഒരു ചിരിയൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ എന്താണ് ഈ ഒരു ലഹരി മാനസികമായിട്ട് എത്രത്തോളം ആളെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കംപ്ലീറ്റ് ഇതും ലൂസായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് കാണാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു അയൽക്കാരനെയാണ്, അയൽവാസികളെയാണ് ആ ഒരു കൂട്ടക്കൊലക്ക് ഇയാള് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ചോദ്യം ചെയ്തേനെ ഓനിങ്ങനെ. അതെ, ലഹരി ഉപയോഗിക്കുന്ന ചോദ്യം ചെയ്തതിനാണ് അവര് അങ്ങനെ ചെയ്തത്. അതെ. അതിലുള്ള പ്രതിയുടെ പ്രായം എന്ന് പറയുന്നത് 27 വയസ്സാണ്. ഓക്കെ, ആ ഒരു പ്രായം കണക്കിലെടുക്കാം നമുക്ക്. 27 വയസ്സ്. ഇനിയിപ്പോ രണ്ടാമത്തെ ഉമ്മാനെ വെട്ടിയ ഇതാണെന്നുണ്ടെങ്കിൽ അതും ഒരു യുവാവാണ്. അപ്പോൾ ഈ ഒരു യുവാക്കളുടെ എന്താ പറയാ, ലഹരിയോടുള്ള ഒരു അടിമപ്പെടൽ എത്രത്തോളാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് ഒരു ഫിലിം നമ്മൾ രണ്ടാമത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് എത്തിപ്പെടാന്നുണ്ടെങ്കിൽ ഒരു ഫിലിമിന് ഇത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതില് എത്തി നോക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫിലിം ഒരുപാട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറ കാണുന്ന സിനിമകൾ ഏതാന്ന് നോക്കിയാല് ബ്രേക്കിംഗ് ബാഡ് പോലെ, ഈ അടുത്തിറങ്ങിയ റൈഫിൾ ക്ലബ്ബ്, അതേപോലുള്ള സിനിമകൾ ഇവർ കാണുമ്പോൾ ഇവർക്ക് ഇങ്ങനെ തോന്നാണ് നമ്മള് ഇതൊക്കെ ചെയ്താലുള്ളൂ ഒരു മാസ് ആ സംഭവം തന്നെ. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പത്തെ ചെക്കന്മാർക്ക് അതിങ്ങനെ തോന്നാണ്. ഇപ്പോ ഈ സിനിമ ഇപ്പോ ഫിലിം മേക്കേഴ്സ് പറയുന്നത് ഇവരിത് ഈ ക്യാരക്ടർ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് അവര് പറയുന്നത്. അതായത് ഈ ക്യാരക്ടറിന് ഇത് വേണം, അതായത് ഈ സിനിമക്ക് ഈ ക്യാരക്ടർ ഇത് ചെയ്യണം. അതില്ലാതെ ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ ഇപ്പൊ ഇറാനിയൻ ഫിലിമിലേക്ക് തന്നെ നോക്കിയാല് അസ്ഗർ ഫരീദിന്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിലിം ഉണ്ട്. അതിലൊന്നും ഒരു എലമെന്റും ഇല്ല. അതേപോലെ ഡ്രഗ്സിന്റെ ഒരു എലമെന്റും കൂടി അതിലില്ല. ഇല്ല. ഈവൻ ഇപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലുള്ള ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ എന്താ പറയാ ഇതുപോലെ തന്നെ നമ്മള് മദ്യപിക്കുന്നൊക്കെ സീനുകൾ ഇതിന്റെ മുമ്പേ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഇതൊക്കെ എത്രത്തോളം ഹൈഡ് ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഇതിനെ ഹൈഡ് ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിറങ്ങുന്ന ഒരുപാട് മൂവീസിൽ ഇത് അത്രയും ഓപ്പൺ ആയിട്ടാണ്. ഇപ്പൊ ഒരു കൊക്കൈൻ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒക്കെ യൂസ് ചെയ്യുന്നത് അവരത്രയും ഓപ്പൺ ആയിട്ട് എല്ലാതും കാണിക്കാണ്. എന്താ കഴിഞ്ഞാല് ഈ ഒരു വളർന്നു വരുന്ന ഈ ഒരു യുവത്വത്തിന് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് പോലും ആ ഒരു ഫിലിമിലൂടെ അവർക്ക് ഫോണിന്റെ മേലെ ഇട്ടിട്ട് അതിങ്ങനെ എടിഎം കാർഡ് കൊണ്ട് ഇങ്ങനെ ചതച്ചിട്ട് അതിങ്ങനെ റോൾ ചെയ്തിട്ട് കറക്റ്റ് ഒരു ക്ലാസ് എടുത്തു കൊടുക്കണ പോലെയാണ് അവര് ചെയ്തത്. അത്രയും അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതെ, അത്രയും ഇതാകുമ്പോ ഈ വരുന്ന ചെക്കന്മാരെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ, ഇത് ചെയ്യുമ്പോ എന്തോ ഒരു ഇതാണെന്ന്. ഇതിലിപ്പോ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിയാണ്, ഇവർക്ക് ഇപ്പോ ഇതിന്റെ ഏതൊരു മൂവിയുടെ മുന്നിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ആയോ? അതാണ് ചോദ്യം. കാരണം ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ഇത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇപ്പം ഒരു ഹീറോ ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് വലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുകളുടെ ഇപ്പൊ ഒരു പ്രേക്ഷകന്റെ ആ ഒരു വ്യൂ മൊത്തം ആ ഒരു ഹീറോയുടെ മേലായിരിക്കും. അതിന്റെ താഴെ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് ആരും നോക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും സിഗരറ്റ് വലിക്കാൻ പോകുന്നില്ല. കാരണം എല്ലാത്തിലും ഇത് കാണിക്കുന്നുണ്ടല്ലോ. അതെ, എല്ലാത്തിലും എന്തുണ്ട്, ഈ ഒരു വാർണിംഗ് സൈന് എല്ലാത്തിലും ഉണ്ട്. എന്നിട്ട് ആളുകൾ വലിക്കുന്നില്ലേ? സോ അപ്പോ ഇതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ മൂവി ക്യാൻ ഇൻഫ്ലുവൻസ് എ ലോട്ട് ഓഫ് തിങ്സ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മൂവിക്ക് നമ്മളെ പല കാര്യങ്ങളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ 12th ഫെയിൽ എന്ന് പറഞ്ഞ മൂവിയൊക്കെ ഉണ്ട്. നമുക്കിപ്പോ ആർക്കും ആ 12th ഫെയിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്ന് ഇൻസ്പയർ ആയി പോകും. നമുക്കൊന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ
കുറച്ച് സമയത്തേക്കെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് എന്തായാലും അതൊന്ന് വരും. നല്ല മൂവീസിന് നമുക്ക് നല്ലതും കിട്ടും, അതെ, ബാഡ് മൂവീസിന് നമുക്ക് ചീത്തതായിട്ടും കിട്ടും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ ക്രൈമിന്റെ കാര്യങ്ങൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ലഹരിയുടെ കാര്യം മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത്. മറ്റൊരു കാര്യമുണ്ട്, എന്ത്, വയലൻസ്. ആ ഒരു സംഭവം കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇപ്പോ ഈ അടുത്തായിട്ട് ഇറങ്ങിയ മലയാളത്തിലുള്ള ഒരു മൂവിയാണ് മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അതിലെ വയലൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് ഭയങ്കര വയലൻസ് ആണ്. അതിൽ 18+ ആണ് മൂവി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു 18 വയസ്സിന് മുകളിലവരാരും ക്രൈം ചെയ്യണില്ല നമ്മുടെ നാട്ടില്. അതെ, അത് മാത്രല്ല ഈ 18 വയസ്സിന് താഴെയുള്ളവരും ഇത് കാണുന്നുണ്ട് ഈ മൂവി. ഇനിയിപ്പോ വന്നു കഴിഞ്ഞാൽ OTT വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണും. അപ്പോ ഈ ഒരു തിയേറ്ററിൽ നിന്ന് മാത്രം കാണുന്നതല്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു മൂവിയിൽ തന്നെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വന്നു എന്ന് ഇവര് പറയുന്നു. വയലൻസ് എങ്ങനെയാണ് ഇഷ്ടപ്പെടുക? ഈ വയലൻസ്, അതാണ് എനിക്ക് മനസ്സിലാവാത്ത വലിയൊരു കാര്യം. ഇവർക്ക് ബ്ലഡും ഈ കുട്ടികളെ അടുത്ത് ഇങ്ങനെ ചതക്കണേ കാണുമ്പോ അല്ല, നമ്മളത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വിഷയത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും നമ്മുടെ ഒരു മനുഷ്യന് ഈ അറപ്പ് എന്നൊരു കാര്യം അത് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു ബ്ലഡ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ മുഖം ഇങ്ങനെ തിരിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു മനുഷ്യനിൽ ഇൻബോൺ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഇത്തരം മൂവീസിലൂടെ ഇല്ലാണ്ടായി കഴിയുന്നത്. അപ്പം ഇങ്ങനെ ഒരാൾ ഒരു സൈക്കോ ആയിട്ട് മാറാനുള്ള ചാൻസസ് ആണ് അവിടെ പറയുന്നത്. കാരണം ഒരു ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറപ്പ് തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഇതും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അവിടെ വേറെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം വയലൻസും ഒക്കെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതിനും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊരു കാര്യം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ബ്രേക്കപ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് ഉള്ളത്. ഇപ്പോ ബ്രേക്കപ്പിന്റെ കാര്യത്തിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മൂവിയാണ് വാരണമായിരം എന്ന് പറയുന്നത്. അപ്പം ഒരാൾക്കൊരു ബ്രേക്കപ്പ് കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വന്ന ജിമ്മിലേക്ക് ഇരുമ്പെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മൂവീസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്താ. നേരെ മറിച്ച് ബാക്കിയുള്ള മൂവീസ് കുറെ നോക്ക് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണേ. അല്ല, കുപ്പി കൊണ്ട് ഒരു ബ്രേക്കപ്പ് ആഘോഷിക്കുന്ന ആൾക്കാരില്ലേ. എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്, പേഴ്സണലി ഞാൻ പറയണില്ല, പേര് പറയില്ല. ഒന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്ന് പ്രേമം കൂട്ടിയിട്ട് ഇങ്ങോട്ട് പറയാ, ഞാൻ 2 പാക്കറ്റ് സിഗരറ്റ് എടുത്ത് വരുന്നുണ്ട്. എന്തിനാ 2 പാക്കറ്റ് സിഗരറ്റ് കഴിച്ചു? വലിച്ചാനതരെ ഒരു ഇതുവരെ വലിച്ചിട്ടില്ല. 2 പാക്കറ്റ് സിഗരറ്റ് ഇതൊരു എന്താ പറയാ ഇതായിട്ട് കാണാണ്. എന്താ അതിന് പറയാ, അത് പറയാനുള്ള കിട്ടുന്നില്ല എന്താണെന്നില്ല. കാരണം ഇപ്പം ഇതൊരു മാമൂല് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ മെയിൻ സംഭവം ഇത്രേ ഉള്ളൂ, കുപ്പി വെള്ളം അടിച്ചിട്ട് അങ്ങോട്ട് തീർക്കുക. അങ്ങനെയുള്ള നോട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം നമ്മൾ ഈ മൂവീസിലും ഇതിലൊക്കെ കണ്ടുവരുന്ന ഒരു രീതിയാണ്, വെള്ളം അടിച്ചു കഴിഞ്ഞാല് ഒരു കുപ്പി കൊണ്ട് അത് അങ്ങോട്ട് എന്തായി കഴിഞ്ഞാൽ ആ വിഷമങ്ങളും എല്ലാം അങ്ങോട്ട് മാറി ഇതാവും. അല്ലെങ്കിൽ അതെ, അർജുൻ റെഡ്ഡിയിലൊക്കെ ഇല്ലാത്ത അറാത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശരിക്കും ഇതൊന്നും ചെയ്യാതെ പിടിച്ചിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതെ, ലഹരിയും അല്ലെങ്കിൽ അതാണ് പറയുന്നത്, ഈ മൂവിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള മീഡിയ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള വലിയൊരു കഴിവ് തന്നെ ഉണ്ട് എന്നാണ്. ഇത് ഇപ്പൊ തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട് വൻ ദുരന്തത്തിലേക്കാരും പോവാ. അത് തടഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ എങ്ങനെ നമ്മുടെ മുന്നില് നമ്മൾ പറഞ്ഞല്ലോ റീസെന്റ് ഉള്ള ഒരുപാട് ക്രൈം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ വരുന്ന ഒരു യൂത്ത്, നമ്മുടെ മുന്നിലുള്ള ഈ ഒരു യൂത്തിനെ ഇത് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ മാസ് എന്നുള്ള ഒരു പരിവേഷത്തിലേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇപ്പൊ എന്ത് ലഹരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാൾ അടിക്കുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും ഇവരുടെ ഒരു ഉള്ളില് ഇവരൊരു ഹീറോ ആയിട്ട് വിചാരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു മൂവിയിൽ നമ്മുടെ ഹനുമാൻ കൈൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ ഉൾക്കൊണ്ട് അതിൽ നിന്നൊക്കെ മാസമായിട്ട് മാറുന്ന ആളുകൾ, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് നമ്മൾ ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പഴയ മൂവീസൊക്കെ നമുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വാത്സല്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ മാമ്പഴക്കാലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് മൂവീസ് ഉണ്ട് നമ്മുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ എത്രത്തോളം ഇത് തന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട് എന്നുള്ള മൂവീസ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കോമഡി മൂവീസ് എടുത്തു നോക്കും. അപ്പം ഈ കോമഡി മൂവീസ് എന്ന് പറയുമ്പം ഇല്ല നമ്മുടെ പറക്കുംതളിക, അല്ലെങ്കിൽ എന്താ പറയാ കൊച്ചിരാജാവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുലിവാൽ കല്യാണം ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ അതിലുള്ള ശുദ്ധഹാസ്യങ്ങളും മറ്റൊക്കെ നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇന്ന് ഒരു മൂവിയിൽ നമ്മൾ കാണുന്ന
ഹാസ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം 18+ ആണ്. ഇത് നമുക്ക് നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് ഒരു ഓപ്പൺ ആയിട്ട് നമുക്കൊരു മൂവി കാണാൻ പറ്റാത്ത അവസ്ഥ. ഇതിപ്പോ നമുക്കൊരിക്കലും ഈ ഒരു മൂവിയോ ഒരു പഴയ ഒരു കാലഘട്ടത്തിലെ മൂവിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അത് ഓക്കെയാണ്, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ ഇനിയിപ്പോ ഇത്തരം മൂവികളിലൂടെ മാത്രമേ ഉള്ളൂ ഇത് നിലനിൽക്കുക? ആ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതോ ഇത്തരം മൂവീസ് തന്നെ വേണ്ടി വരുമോ ഇനി ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? ഒരു സിനിമക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒന്ന് അതിന്റെ സ്ക്രിപ്റ്റും പിന്നെ ഡയറക്ടറുമാണ്. അതെ, ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ആക്ടറായിട്ടും ഏത് വലിയ നടിയായിട്ടും ആ സിനിമ വിജയിക്കൂല. നല്ല അടിസ്ഥാനമുള്ള കെട്ടുറപ്പുള്ള കഥയും ഡയറക്ടറും തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഒന്നാമത് നല്ല ഡയറക്ടേഴ്സ് ഇല്ല. അതായത് ഒരു എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഒരു സാധനം മേക്ക് ചെയ്യണ ഒരു പരിപാടിയാണ് ഇപ്പൊ കാണുന്നത്. ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഇപ്പത്തെ സിനിമ കണ്ടിന്യൂറ്റി കമ്മിയാണ്. ഓക്കെ. ഇതിന്റെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം വിഷ്വൽസ് ഇത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇത്രത്തോളം സാങ്കേതിക വിദ്യ വളർന്നിട്ടില്ല ഇതിന്റെ മുമ്പേ. അപ്പൊ ഇത് വളരും തോറും ആണ് എന്താ പറയുക, ഈ വയലൻസും കാര്യങ്ങളൊക്കെ എത്രത്തോളം കൂട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രത്തോളം സാങ്കേതിക വിദ്യ വളർന്നത് നമ്മൾ മോശമായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ മൂവി എന്ന് പറയുന്ന മീഡിയക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രത്തോളം നീചമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ കുട്ടികളുടെ മുന്നിൽ ഒക്കെ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഇത് എടുക്കാൻ പറ്റും? അല്ലാതെ ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടല്ലോ ലോകത്ത്. ഇപ്പൊ നിങ്ങള് ഹോളിവുഡിലേക്ക് പോവാണെങ്കിൽ ഇൻട്രസ്റ്റെല്ലാർ ഉണ്ട്. അതിലൊക്കെ എന്തേലും ഉണ്ടോ? ആക്ച്വലി എനിക്ക് ആ സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്കത് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ഫീൽ നമുക്ക് കിട്ടണം. ഇപ്പത്തെ മലയാള സിനിമയിൽ നിന്ന് എന്ത് ഫീലാണ് കിട്ടുന്നത്? ഇല്ലേ പറയാലോ. നമ്മളിത് വെറുതെ ഈ 100 രൂപയുടെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് പോരാന്നല്ലാതെ നമുക്ക് ഈ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഫീലും കിട്ടണില്ല. ഇല്ലാത്ത മൂവീസ് ഉണ്ട്, ഓക്കെ, അതിപ്പോ മലയാളം മൂവീസിലും വരുന്നുണ്ട്. പക്ഷെ ഉള്ള മൂവീസാണ് ഒരുപാടായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഹോളിവുഡിൽ എടുത്തു കഴിഞ്ഞാലും വയലൻസും കാര്യങ്ങളും ഉള്ള മൂവീസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മള് ഹോളിവുഡിൽ എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഈ സീരീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോട്ടും വൈക്കിങ്സും ഇതൊക്കെ അന്നത്തെ കാലത്ത് യുദ്ധങ്ങളെ കാണിക്കണത്. അപ്പൊ അന്നത്തെ കാല യുദ്ധങ്ങളാകുമ്പോൾ വയലൻസ് കൂടും. പക്ഷെ ഇവിടെ കാണിക്കുന്നത് എന്താണ്? വയലൻസിനായിട്ട് സിനിമ ഉണ്ടാക്കുകയാണ്. അതെ, അതാണ് വലിയ അടിസ്ഥാനമാണ് അതിലുള്ളത്. നമ്മൾ പറഞ്ഞ ഓരോ മൂവീസ് ആണെന്നുണ്ടെങ്കിൽ വയലൻസിന് വേണ്ടിയിട്ട് ഒരു മൂവി എടുക്കുക, ആ മൂവിയിൽ വേറൊന്നുമില്ല, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ആ പറഞ്ഞ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിലൊന്ന് സ്പ്രേ അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കൊല്ലാൻ പോകും. അപ്പൊ അതുവരെ കണ്ടിന്യൂറ്റി വേണ്ടേ? അതിലിപ്പോ ഒരു മൂവിയിലാണെന്നുണ്ടെങ്കിൽ, ഏതൊരു മൂവിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോ മാർക്കോയെ നമ്മൾ നെഗറ്റീവായിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വയലൻസ് തന്നെയാണ് മെയിൻ ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ ഇവര് നേരത്തെ പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞല്ലോ ചുരുളി വളരെ മോശമാണെന്ന് പറഞ്ഞല്ലോ. ചുരുളി ആസ് എ ഫിലിം മേക്കർ എനിക്ക് പറയാനുള്ളത്, ചുരുളി ആ തെറിയുടെ കാര്യം ഇടുകയാണെങ്കിൽ നല്ല പടമാണ്, നല്ല സിനിമയാണ്. അതായത് അതിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ബാക്കി സംഭവങ്ങളാണെങ്കിലും ഒക്കെ. പക്ഷെ അതിൽ തെറി ഇങ്ങനെ വന്നോണ്ട് നമുക്ക് ഇത് പറ്റി. മാർക്കോലൊന്നുമില്ല ഞാൻ പറയുന്നത്. തെറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, ആദ്യമല്ല നമ്മൾ കുറെ പിന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മൂവീസിലെല്ലാം തെറി വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ ബീറ്റ് സൗണ്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഓപ്പൺ ആയിട്ട് തെറി പറയൽ ഒരു മാസമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം തെറിയുടെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെറി പറയുന്ന സമയത്ത് ബീപ്പ് സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യം വരുന്ന സമയത്ത് ഒക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ബ്ലർ ചെയ്ത് കാണിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, അത്രയും ഓപ്പൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതെല്ലാം മാസമായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള ഒരു ലെവലില് നമുക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം ഇപ്പോ നമുക്കായിട്ട് ഇപ്പോ എന്താണ് മുന്നോട്ട് വെക്കാൻ പറ്റുക എന്നുള്ളതുള്ള ചോദ്യം. നല്ല കഥകൾ ഉണ്ടെങ്കിൽ മാത്രം സിനിമ ചെയ്യുക, അല്ലെങ്കിൽ പരിപാടി ഒഴിവാക്കി വിടുക. ഇപ്പോ എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം ഓക്കെ, പക്ഷെ നമുക്ക് ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോ ഓരോരുത്തർക്കും നമ്മുടെ ഇന്ത്യയിലെ ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാത്തിനും ഉള്ള അവകാശങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ ആശയങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മീഡിയ ആക്കിയിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് അത് അവരുടെ ആശയങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പൈസ കൊടുത്തിട്ട് കാണുമ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ഇത് പൈസ കൊടുത്ത് കാണുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ഇത്തരം കാര്യങ്ങള് നമ്മളുടെ ഒരു സൊസൈറ്റിക്ക്
അപകടകരമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളെ റൂൾ ചെയ്യുന്നത് ആരാണോ അവർ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരം കാര്യങ്ങൾ മോശമായിട്ട് നമ്മുടെ യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇവർ കൊണ്ടുവരണം. കാരണം ഇപ്പറഞ്ഞിട്ടുള്ള ലഹരിയുടെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വയലൻസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന തെറി പറയലായിക്കോട്ടെ, ഇതിലെല്ലാം ഇതിന്റെ മുമ്പുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണോ അത്തരം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. നമ്മൾക്ക് ഇത്തരം കാരണം കൊണ്ട് ഇനിയും ഒരു കൂട്ടക്കൊലയോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള, ഇതിപ്പോ മൂവി മാത്രമാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുതലെങ്കിലും നമുക്കൊക്കെ കാണാൻ പറ്റിയ, നമുക്ക് വീട്ടുകാരെയും കുട്ടികളെയൊക്കെ ഇരുത്തിയിട്ട് കാണാൻ പറ്റിയ, നല്ല മാതൃകയാക്കാൻ പറ്റിയ നല്ല മൂവികൾ ഒക്കെ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോ മാതൃക ആക്കിയില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ഇത് കഴിയുന്നില്ലെങ്കിൽ ഉപദ്രവിക്കരുത് ഈ ചീഞ്ഞ പടങ്ങൾ കൊടുത്തിട്ട്. ഐ മീൻ കവി ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വയലൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഈ മറ്റേ ഈ കൊറോണന്റെ മുന്നൊന്നും നമ്മുടെ നാട്ടിൽ ഈ സീരീസ് പറഞ്ഞ ഇല്ലല്ലോ. ഇല്ല. ഇപ്പോ പാബ്ലോ എസ്കോബാറിന്റെ നെർക്കോസ് അത് നമ്മുടെ നാട്ടിൽ ആദ്യം കാണുന്ന ഞാനാണ്. അപ്പോ ഇപ്പോഴാണ് ഈ കൊറോണയുടെ ഈ ഗ്യാപ്പിന് ആൾക്കാർ ഈ സീരീസുകൾ കാണാൻ തുടങ്ങിയത്. ഒരുപാട് സീരീസ്. അപ്പൊ ഇങ്ങനെ സിനിമകൾ കണ്ടിട്ട് ഈ ചപ്പ് സിനിമകള് നമ്മൾ ഇടിയൊക്കെ ഇറക്കരുത്. അത്തുള്ള നമുക്ക് പറയാനുള്ളത്, പ്രേക്ഷകനും കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിൽ ഇറക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. താങ്ക് യു. ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആദ്യത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.